18-ാം തീയതി തിങ്കളാഴ്ചത്തെ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് നമ്മുടെ അലീന മുത്തശ്ശിയുടെ മുറിയിലേക്ക് വരുവാണ്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുവാണ്, മോളെ നീ പോയില്ലായിരുന്നോ എന്ന് അലീനയോട് ചോദിച്ചു. അപ്പോൾ അതിന് മറുപടി പറയുന്നത് മനു ആണ്. മനു പറയുവാണ്, പോയതാണ് മുത്തശ്ശി, ഞാൻ തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നതാണെന്ന്. മുത്തശ്ശി അപ്പോൾ ചോദിക്കുന്നുണ്ട്, വൈജയന്തി എതിരൊന്നും പറഞ്ഞില്ലേ മോനെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുന്നു. മനു പറയുന്നുണ്ട്, മുത്തശ്ശി ഞാൻ ഹരിയെ വിളിച്ചുകൊണ്ടാണ് വന്നത്. അവൻ കാണിച്ച വൃത്തികേടെല്ലാം ഞാൻ എല്ലാവരോടും തുറന്നു പറഞ്ഞു എന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ അവൻ സിനിമ കഴിഞ്ഞ് വന്നപ്പോൾ മനു ഹരീനെ പോലീസ് മുറിയിൽ 2 തവണ ചോദ്യം ചെയ്യുകയും 2 പൊട്ടിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവൻ്റെ കള്ളത്തരമൊക്കെ വെളിച്ചത്ത് വന്നു എന്ന് പറഞ്ഞു. മുത്തശ്ശി അത് കേട്ട് ഷോക്ക്ഡായി. മുത്തശ്ശി പറയുന്നുണ്ട്, ഇതൊക്കെ വൈജയന്തിക്ക് മനസ്സിലായോ മോനെ എന്ന് മനുവിനോട് നമ്മുടെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, മനസ്സിലാവാതെ ഇരിക്കാൻ വൈജയന്തി പൊട്ടിയൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി പറയുന്നുണ്ട്, ആ ഹരി കാരണം ഇവളെ എന്തോരം വിഷമിച്ചു, ഹരിയുടെ കയ്യിലിരിപ്പ് മോശമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ മനു പറയുന്നുണ്ട്, ഇവളും ഒട്ടും മോശമല്ലെന്ന്. അപ്പോൾ അലീന അത് കേട്ട് ഷോക്ക്ഡായി കേട്ടോ. മനു കൂടി അലീനയെ കുറ്റപ്പെടുത്തിയപ്പോഴേക്കും. എന്നിട്ട് മനു പറയുന്നത്, എടുക്കാത്ത രൂപ എടുത്തെന്ന് പറഞ്ഞ് അത് കയ്യിൽ എണ്ണി കൊടുത്തേക്കുന്നു എന്ന്. അഹങ്കാരത്തിൻ്റെ കൂടുതലല്ലേ മുത്തശ്ശി ഇതൊക്കെയെന്ന് മനു മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന വിഷമത്തോടെ പറയുന്നുണ്ട്, എല്ലാവരും കൂടെ എന്നെ കള്ളിയാക്കിയിട്ടാണ് ഞാനത് കൊടുത്തതെന്ന്. അപ്പം മനു ചോദിക്കുന്നുണ്ട്, എല്ലാവരും കൂടെ കള്ളിയാക്കിയിട്ടുണ്ടെങ്കിൽ ഉടനടി തന്നെ കള്ളിയുടെ യൂണിഫോം എടുത്തങ്ങ് അണിഞ്ഞേക്കുവാണോ എന്ന് ചോദിക്കുന്നു. അലീന കരയുന്നുണ്ട് കേട്ടോ നന്നായിട്ട്. അത് കഴിഞ്ഞിട്ട് അലീന എന്നിട്ട് പറയുന്നുണ്ട്, മനുവേട്ടൻ എന്നെ കുറ്റം പറയണ്ടെന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മനു മറുപടി കൊടുക്കുന്നുണ്ട്, ഇല്ല നീ കരയണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അലീനയോട് പറയുവാണ്, നീ ബാഗൊക്കെ വച്ചിട്ട് എനിക്ക് പോയൊരു സൂപ്പർ ചായ ഉണ്ടാക്കി കൊണ്ടുപോവാ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നുണ്ട്. അലീന അത് കേട്ടിട്ട് ബാഗൊക്കെ താഴെ വയ്ക്കുന്നു. മുത്തശ്ശി അപ്പം ചിരിച്ചുകൊണ്ട് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലീന ചിരിക്കുന്നു. അലീനയുടെ ചിരി കാണുമ്പോൾ മനു പറയുന്നുണ്ട്, ദേ ചിരിച്ചല്ലോ, വെയിൽ വന്നു എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അലീനെ. അലീന വന്നിട്ട് കിച്ചണിലേക്ക് പോവാണ്. അലീന ചോദിക്കുന്നുണ്ട്, കഴിക്കാനും എടുത്തോട്ടെ മനു ചേട്ടാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, ഒന്നും കുറയ്ക്കണ്ട, എല്ലാം എടുത്തോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മനു മുത്തശ്ശിയുടെ അടുത്ത് വന്നിരിക്കുവാണ്. അപ്പോൾ മുത്തശ്ശി മനുവിനോട് ഇങ്ങനെ പറയുവാണ്, അലീനയുടെ ഒരു സന്തോഷം കണ്ടോ, വൈജയന്തി അവളോട് എത്ര മോശമായിട്ട് പെരുമാറിയാലും അവൾക്ക് ഇവിടെ നിൽക്കാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും വൈജയന്തിയുടെ ആട്ടും തുപ്പുമൊക്കെ സഹിച്ച് ഇവിടെ നിൽക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനു മറുപടി പറയുന്നുണ്ട്, സ്നേഹം കിട്ടാത്തവർക്കൊരു ചെറിയ സ്നേഹം മതി, അവരെവിടെ വേണമെങ്കിലും ഇങ്ങനെ പിടിച്ചു നിന്നോളും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി മനുവിനെ വിളിച്ചിട്ട് പറയുവാണ്, അവൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഇവിടെയുള്ളവരെല്ലാം അവളുടെ സ്വന്തം വീട്ടുകാരെ പോലെയാണ്, അവൾക്ക് ഇവിടെ നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവരും അവളുടെ സ്വന്തക്കാരെ പോലെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മനു പറയുവാണ്, സ്വന്തം എന്ന് പറയാൻ ആരും ഇല്ലാത്തവർക്കേ അതിൻ്റെ വില അറിയുള്ളൂ എന്ന്. അപ്പോൾ മുത്തശ്ശി പറയുവാണ്, മോനെ നീ എന്തായാലും വന്നത് നന്നായി, ഇല്ലെങ്കിൽ ഇപ്പോൾ അലീനെ നമുക്ക് തിരിച്ചു കിട്ടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, മുത്തശ്ശി അധികം സന്തോഷിക്കേണ്ട, ഇതിൻ്റെ ബാക്കി എന്താവുമെന്ന് അറിയില്ല. ആൻറ്റി, അതായത് നമ്മുടെ വൈജയന്തി ഇതൊരു ആത്മാഭിമാന പ്രശ്നമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞു വിട്ടാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, വൈജയന്തിയെ മയപ്പെടുത്തി എടുക്കാനാണ് പാടെന്ന്. മനു അപ്പോൾ മറുപടി പറയുന്നുണ്ട്, സാരയില്ല, അങ്കിളിനെല്ലാം അറിയാമല്ലോ, അത് മതിയെന്ന്. പിന്നെ അടുത്ത സീനെന്ന് പറയുന്നത് ഡൈനിങ് ടേബിളിൽ എല്ലാവരും കൂടി ഇരിക്കുവാണ്, നമ്മുടെ ബാലചന്ദ്രനും മനുവും അലീനയും കൂടെ. അലീന ചായയായിട്ട് വന്ന് ചായ കൊടുക്കുന്നുണ്ട്. മനു അത് കുടിച്ചിട്ട് പറയുന്നുണ്ട്, അടിപൊളി ചായ, ചായ എന്ന് വെച്ചാൽ ഇതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലീനയെ പിന്നെയും കളിയാക്കുന്നുണ്ട് കേട്ടോ. എല്ലാം തീർന്നിട്ട് മഴവിൽ തെളിഞ്ഞ പോലെ ആയി മുഖം, എന്താ ചിരി എന്നൊക്കെ പറയുന്നുണ്ട്. അലീന ഇല്ലെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനു പിന്നെയും കളിയാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്ത് പറയണം, കാർമേഘം ഉരുണ്ടുകൂടിയ പോലെ ഉണ്ടെന്ന് പറയണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് ബാലചന്ദ്രൻ ചിരിക്കുന്നുണ്ട്. അലീന, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തുകൊണ്ട് വരാം സാറിനും മനു ചേട്ടനും എന്ന് പറയുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും ഒന്നും കഴിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട് ഉടനെ, നീ കഴിച്ചു എന്ന് ചോദിക്കുന്നു. അലീന മറുപടിയായിട്ട് പറയുന്നുണ്ട്, ഞാനും കഴിച്ചിട്ടില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഒന്നും കഴിക്കാതെ പോകാൻ നിൽക്കുമായിരുന്നല്ലേ എന്ന്. അലീന അടുക്കളയിലേക്ക് പോകുന്നു. ബാലചന്ദ്രനും മനുവും കൂടെ കൈ കഴുകാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ കൈ കഴുകുമ്പോഴേക്കും മനു ഇങ്ങനെ പറയുന്നുണ്ട്, ആൻറ്റിക്ക് പഠിപ്പും വിവരം ഉണ്ടെന്നൊക്കെ ഉള്ളൂ, വിവേചന ബുദ്ധി എന്നതില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുവാണ്, ആഗ്രയിലൊക്കെ പോയി പഠിച്ചതാണ്, അവിടുത്തെ സ്കൂളിൽ ടീച്ചർ വരെ ആയിരുന്നു എന്ന്. അപ്പോൾ മനു പറയുന്നുണ്ട്, ചില സ്ത്രീകൾ ഇങ്ങനെയാണ്, എത്ര പഠിച്ചാലും ഉദ്യോഗം ഉണ്ടെങ്കിലും വിവേചനം ബുദ്ധിയൊന്നും ഉണ്ടായിരിക്കില്ല, അത് അവരുടെ കുറ്റമല്ല, വളർന്നു വന്ന സാഹചര്യമാണെന്നൊക്കെ ഇങ്ങനെ മനു പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുവാണ്, വൈജയന്തിയുടെ മൂഡ് ശരിയില്ലെങ്കിൽ വീട്ടിൽ സമാധാനം ഉണ്ടാവില്ലെന്ന്. പക്ഷേ ബാലചന്ദ്രൻ്റെ മൂഡ് ശരിയല്ലെങ്കിൽ അത് വീട്ടിൽ ആരും അറിയത്ത് പോലും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനു ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, അലീനയെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് അങ്കിളൊന്ന് നിന്നാൽ മതി, അവളെ മനസ്സിലാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവളെ എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നോളും എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ ബാലചന്ദ്രൻ മറുപടിയായിട്ട് പറയുവാണ്, എനിക്കതിനൊരു പരിധിയുണ്ട്, ഞാൻ പരിധിയിൽ കൂടുതൽ നിന്നിട്ടുണ്ടെങ്കിൽ അത് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും എന്നൊക്കെ പറയുന്നുണ്ട്. മനു ഇങ്ങനെ പറയുന്നുണ്ട്, അങ്കിള് ബ്രിജിത മമ്മിയെ കണ്ടിട്ടില്ലല്ലോ, സേവനം ജീവിത തൊഴിലാക്കിയ ഒരു സ്ത്രീയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ബ്രിജിത മമ്മിയെ പറ്റി. എന്നിട്ട് പറയുന്നുണ്ട് അവർ വളർത്തിയ ഒരു കുട്ടി ഒരിക്കലും ഇങ്ങനെയൊന്നും ആവില്ല, നല്ലൊരു കുട്ടിയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവർ ചായ കുടിക്കുവാണ്. അപ്പോൾ പിന്നെ മനു പറയുന്നുണ്ട്, സാലറി നോക്കിയൊന്നും അല്ല അവൾ ഇവിടെ ജോലിക്ക് നിൽക്കുന്നതെന്ന്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ശരിയാണ്, അവൾ ഇതുവരെ സാലറി ഒന്നും, അതായത് ശമ്പളം ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ മനു പറയുന്നുണ്ട്, ഇനി ഒരു പ്രശ്നം ഈ വീട്ടിൽ ഉണ്ടാവുകയാണെങ്കിൽ എന്നെ അറിയിക്കണേ അങ്കിളേ എന്ന് പറയുന്നു. ബാലചന്ദ്രൻ അപ്പം അറിയിച്ചോളാം, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അലീന വന്ന് ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുവാണ്. ഇഡലി സാമ്പാറുമാണ് പ്ലേറ്റിൽ വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ മനു പറയുവാണ്, അലീന നീയും ഇരിക്കുന്നു പറയുന്നു. ബാലചന്ദ്രൻ അവളെ നിർബന്ധിച്ച് അവിടെ കസേരയിൽ ഇരുത്തുവാണ് ചെയ്യുന്നത്. അപ്പോൾ അലീന പാത്രത്തിൽ ഇഡലിയൊക്കെ എടുത്തിരിക്കുവാണ്. അപ്പോൾ ബാലചന്ദ്രൻ മതിയോ, നിനക്ക് ഇത്ര മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മനു അവൾക്ക് സാമ്പാറൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് അടുത്തിരുത്തി ചെയറിലിരുത്തുവാണ് ചെയ്യുന്നത്. മനുവിൻ്റെ അടുത്ത് തന്നെയാണ് അലീന ഇരിക്കുന്നത്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, സുപ്രീം അതോറിറ്റിയുടെ പെർമിഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നീ ഇവിടെ ഇരിക്കുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അലീന ഹാപ്പി ആയിട്ടിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ വൈജയന്തി ഓഫീസിലേക്ക് കാറിൽ പോകുന്ന സീനാണ് കാണിക്കുന്നത്. കമല വിളിക്കുന്നുണ്ട്. എന്നിട്ട് കമല ചോദിക്കുന്നുണ്ട്, വൈജയന്തി നീ വീട്ടിലുണ്ടോ എന്ന്. അപ്പോൾ വൈജയന്തി പറയുവാണ്, ഞാൻ ഡ്രൈവിങ്ങിലാണ്. കമല ആകെ ടെൻഷനിലാണ്. മനുവും ഹരിയും കൂടെ അങ്ങോട്ട് വന്നിട്ട് എന്തായി, അവരിവിടുന്ന് അങ്ങോട്ട് വന്നായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, മനു വീട്ടിലുണ്ട്, ഹരി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറയുന്നു. അപ്പോൾ കമല ഞെട്ടുന്നുണ്ട്, അവർ ഒരുമിച്ചാണല്ലോ വന്നേ, എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വൈജയന്തി വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുകയാണ്. അലീനയെ കുറ്റപ്പെടുത്തിയാണ് പറയുന്നത്. അലീന നിഷ്കളങ്കയാണെന്ന കാര്യമൊന്നും വൈജയന്തി കമലയോട് പറയുന്നില്ല. കമല വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട്, അലീന നിങ്ങളുടെ വീട്ടിലല്ലേ നിൽക്കുന്നത്, നിങ്ങൾക്ക് അവളെ നിലയ്ക്ക് നിർത്താൻ പറ്റില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വൈജയന്തി പറയുന്ന മറുപടി, മനു അതിന് സമ്മതിക്കില്ല, മനു അവളെ സപ്പോർട്ട് ചെയ്യുവാണ് ചെയ്യണേ. മനു മാത്രമല്ല ബാലചന്ദ്രനും അവളെ സപ്പോർട്ട് ചെയ്യുവാണ് ചെയ്യണേ. അമ്മയ്ക്കൊക്കെ അവളെ മതി, വൈജയന്തി മാത്രമാണ് ഇപ്പോൾ ഒറ്റ എന്ന് പറയുന്നുണ്ട്. എന്നിട്ടൊരു ചെറിയ രീതിയിൽ കൂത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് വൈജയന്തി. അപ്പോൾ കമല പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഒന്ന് തെളിച്ച് പറയാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വൈജയന്തി പറയുവാണ്, നീ മനു വരുമ്പോൾ ചോദിക്കുക, അല്ലെങ്കിൽ ഹരി വരുമല്ലോ, ഹരിയോടും കൂടി ചോദിക്കുന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടൊരു വാണിംഗ് കൊടുക്കുന്നുണ്ട്, മനുവിനെ സൂക്ഷിക്കണം, മനുവിനെ അലീന വളച്ചെടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കമല പറയുന്നുണ്ട്, അവളുടെ കരണം നോക്കി 2 അടി കൊടുത്തിട്ട് അവളെ പറഞ്ഞയക്കുക എനിക്ക്, എന്നിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, മനു അതിന് സമ്മതിക്കുന്നില്ലെന്നൊക്കെ. പിന്നെ കമല പറയുന്നുണ്ട്, മനുവിൻ്റെ ഭാവി ഭാര്യയെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്, എന്നിട്ട് മനുവിൻ്റെ കൂടെ പഠിച്ചവളാണ്, മനുവിൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പുതിയൊരാളെ പറ്റി അവരിങ്ങനെ പരിചയപ്പെടുത്തി തരുവാണ് ചെയ്യുന്നത്, മനുവിൻ്റെ ഫ്യൂച്ചർ വൈഫിനെ പറ്റിയിട്ട്. ഇതെല്ലാം കേട്ടിട്ട് കമല പറയുന്നുണ്ട്, ഞാൻ ഹരീനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ വൈജയന്തി ഫോൺ കട്ട് ചെയ്തിട്ട് ഫേസിലൊരു പുച്ഛഭാവത്തിൽ വണ്ടി ഓടിക്കുവാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് മനു വീട്ടിലേക്ക് വരുന്നതാണ്. കമല അത് നോക്കി നിൽക്കുവാണ്. മനുവിൻ്റെ കാറിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ തന്നെ ഓടി വന്ന് വീടിൻ്റെ ഡോറൊക്കെ തുറക്കുവാണ് ചെയ്യുന്നത്. മുഖത്താകെ ടെൻഷനാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഹരി എന്ത് ചെയ്യുന്നു. അപ്പോൾ മനു ചോദിക്കുന്നു, ഇങ്ങോട്ട് വന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നിൻ്റെ കൂടെയല്ല അവൻ വന്നേ. അപ്പോൾ മനു പറയുന്നു, അവൻ അവിടെ കടപ്പാട്ടൂരിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നായിരുന്നു, ഞാൻ ഇങ്ങോട്ട് വന്നു എന്നാണ് വിചാരിച്ചതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മ സത്യം പറ, അവൻ ഇങ്ങോട്ട് വന്നില്ലേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കമല ഇല്ല എന്ന് പറയുമ്പോൾ മനു ഫോൺ എടുത്ത് വിളിക്കുമ്പോൾ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ അമ്മ കമല പറയുന്നുണ്ട്, അവൻ സ്വിച്ച് ഓഫ് ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ, നീ എല്ലാവരുടെയും മുമ്പിൽ അവനെ നാണം കെടുത്തിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മനു അലീനയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്, അവൻ ആ പാവ അനാഥ പെൺകുട്ടിയെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നാണം കെടുത്തി, അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ കമല പറയുന്നുണ്ട്, അവനാണ് തെറ്റ് ചെയ്തതെന്ന് ആർക്കും അറിയില്ലായിരുന്നല്ലോ, നീ എന്തിനാ ഈ കണ്ടവളന്മാരുടെ മുമ്പിൽ പോയിട്ട് അവനെ നാണം കെടുത്തി തൊലി ഉരിച്ച് കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്താൽ ഒരു അമ്മയ്ക്ക് ഫീലാവും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് കമല നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പം മനു ചോദിക്കുന്നുണ്ടോ, അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ലൈവായിട്ട് ഇവിടെ അറിഞ്ഞു, ആരാണ് എത്തിച്ചതെന്നൊക്കെ കമലയോട് മനു ചോദിക്കുന്നുണ്ട് കേട്ടോ. കമല ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ആ വേലക്കാരിക്ക് വേണ്ടി വാദിക്കുന്നത്, ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് നശിച്ച് പോകാനുള്ളവളല്ലേ അവളെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് വിഷമം. എന്നിട്ട് മനു പറയുന്നുണ്ട്, നിങ്ങളെപ്പോലെ ദൂഷിച്ച മനസ്സ് മുഖത്ത് മേക്കപ്പുമായിട്ട് നടക്കുന്നവരെക്കാൾ 100 ഭേദമാണ് അവളെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കമല ദേഷ്യത്തിൽ പറയുന്നുണ്ട്, എങ്കിലും നീ പോയി അവളെ കെട്ടിക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പം മനു ഞാനത് ആലോചിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴേക്കും കമല ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഉടനെ തന്നെ ഹരി എവിടെയായിരിക്കും എന്നോർത്ത് സങ്കടപ്പെടുവാണ്. അപ്പോൾ മനു പറയുന്നുണ്ട്, ഏതെങ്കിലും ബാറിൽ കുടിച്ച് കിടക്കുന്നുണ്ടാവുന്നു. അപ്പോൾ കമല അത് ന്യായീകരിക്കുന്നുണ്ട്, അവനങ്ങനെ കള്ളു കുടിച്ചിട്ടില്ല ഇതുവരെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മനു ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, അമ്മ അവൻ പറയുന്നതൊക്കെ വിശ്വസിച്ച് നടന്നു എന്ന് പറയുന്നുണ്ട്.
പിന്നെ മനു അവിടുന്ന് പോവുകയാണ്. നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് നമ്മുടെ വൈജയന്തി വീട്ടിലേക്ക് വരുവാണ്. ജോലി കഴിഞ്ഞിട്ട് ബബിത വീടിൻ്റെ വാതിക്കലിരുന്ന് ഫോണൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫോൺ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈജയന്തി വന്ന് ചോദിക്കുന്നുണ്ട് അച്ഛനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബബിത ഉണ്ടെന്ന് പറയുന്നുണ്ട്. അവൾ വന്നപ്പോൾ തൊട്ട് തന്നെ അച്ഛൻ അവിടെ ഉണ്ട്. അലീന പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് ബബിത മറുപടി പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അവൾക്ക് രാവിലെ പോകാൻ വേണ്ടി സാലറി ഒക്കെ കൊടുത്ത് പറഞ്ഞിട്ടാണല്ലോ പോകുന്നത്, എന്താ പോവാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ ബബിത പറയുന്നുണ്ട് അതറിയില്ല, അച്ഛനോട് ചോദിച്ചില്ല, അച്ഛൻ ഭയങ്കര തിരക്കില്ലാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വൈജയന്തി വീടിനകത്തേക്ക് കയറി പോകുമ്പോഴേക്കും അലീന അവിടെ ഡ്രസ്സ് അയൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ് കാണുന്നത്. ബാലചന്ദ്രൻ്റെ ഒരു ഷർട്ടാന്ന് തോന്നുന്നു. അതും തേച്ചുകൊണ്ട് അലീന നിൽക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ വൈജയന്തി അലീനെ നോക്കുന്നു. അലീന ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അലീന ശ്രദ്ധിക്കുന്നുണ്ട് വൈജയന്തി വന്ന് നിൽക്കുന്നത്. പിന്നെ വൈജയന്തി അകത്തേക്ക് പോകുമ്പോഴേക്കും അലീന വൈജയന്തിയെ നോക്കുന്നത് വെച്ച് എപ്പിസോഡ് തീരുവാണ് ചെയ്യുന്നത്.